ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. അപ്പം ഞാൻ ഷോപ്പിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുകയാണ്. സ്പെഷ്യൽ ഡേ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ റീസെൻ്റ്ലി പോയി പർച്ചേസ് ചെയ്ത് വന്ന ആ ഒരു സ്റ്റോക്ക് എല്ലാം ഷോപ്പിലെത്തിയിരിക്കുകയാണ്. അപ്പം നമ്മൾ പോയി പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ ഷോപ്പിലെത്തുമ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റും അതിൻ്റെ പ്രൈസിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ വേണ്ടിയുള്ള ഓട്ടത്തിലാണ്. അപ്പം റമദാൻ ടൈമാണ്. ഞാൻ ജസ്റ്റ് സൺസ്ക്രീൻ ഫേസിൽ അപ്ലൈ ചെയ്യാണ്. എത്രയും പെട്ടെന്ന് ഷോപ്പിലെത്തുക എന്നുള്ള തിരക്കിൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഷോപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. നോമ്പായതുകൊണ്ട് വലിയ ഒരുക്കങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒരു സൺസ്ക്രീനും ലിപ്സ്റ്റിക്കും മാത്രമേ ഞാൻ ഇടാറുള്ളൂ. ദെൻ ആഫ്റ്റർ ദാറ്റ് ഷോപ്പിലേക്ക് പോകാനായിട്ട് ഇറങ്ങി. അപ്പം പുതിയ കളക്ഷൻസ് വരുമ്പോൾ എപ്പോഴും സജാസിൻ്റെ നിങ്ങൾക്കറിയാം അതിൻ്റെ ഒരു പ്രത്യേകതയെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് സെയിം ഡിസൈൻ അല്ലെങ്കിൽ സെയിം പാറ്റേണിൻ്റെ ഒരുപാട് കളക്ഷൻസ് റിപ്പീറ്റ് ചെയ്യാറില്ല. വളരെ യുണീക്കായിട്ട് മാത്രമാണ് നമ്മൾ കൊണ്ടുവരാറുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ ഇഫ്താറിനുള്ള ഫുഡും ഒക്കെ കയ്യിൽ കുറച്ച് ഹോം മെയ്ഡ് ആയിട്ടുള്ളത് എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഇഫ്താർ ടൈമിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ തടി കുറയ്ക്കണം എന്ന് വിചാരിച്ചാൽ ഏറ്റവും കൂടുതൽ ശരിക്കും ഫുഡ് കഴിക്കുന്ന ഒരു ടൈം ഈ ഒരു ടൈമാണ്. ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് പേര് എൻ്റെ അടുത്ത് എൻക്വയറി ചെയ്തിട്ടുണ്ട്. ഈ സിമിലർ ബാട്ടിക് ജോർജറ്റ് അവൈലബിൾ ആണോ എന്നുള്ളത്. ഞാനൊരു 2 ഇയേഴ്സ് ബാക്ക് എടുത്ത് സ്റ്റിച്ച് ചെയ്ത ഒരു സൽവാറാണിത്. നേരം ഞാൻ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പർച്ചേസ് ചെയ്യാനുള്ളവരൊക്കെ പർച്ചേസ് ചെയ്തിട്ടും ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഡെയിലി വെയറിന് ഭയങ്കര കംഫർട്ടബിളായി സിമ്പിളായി യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സൽവാറാണിത്. അപ്പം ഞാൻ ഷോപ്പിലേക്ക് എത്തിയായിരുന്നു. ഷോപ്പും വീടും തമ്മിൽ വളരെ ഷോർട്ട് ഡിസ്റ്റൻസ് ആണ്. എനിക്ക് എപ്പോൾ ഇവിടെ ആളെത്തിയാലും എനിക്ക് ഓടി എത്താവുന്ന അത്രയും അടുത്താണ് ഞാൻ ഷോപ്പും വീടും തമ്മിലുള്ളത്. അതിനുശേഷം ഇത് എൻ്റെ സ്വർഗരാജ്യം എന്ന് തന്നെ പറയാം. അപ്പോൾ ഈ ഒരു സ്ഥലം എനിക്ക് ഭയങ്കര പീസ്ഫുൾ, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കുന്ന ഒരു പ്ലേസാണ് എൻ്റെ ഷോപ്പും ഈ ഒരു ഓഫീസ് റൂം എന്ന് പറയണേ. എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും എത്ര വിഷമം ഉണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും ഇവിടെ ഇരുന്നാണ്, ഈ ഒരു റൂമിലിരുന്നാണ്. നിങ്ങളാരും കണ്ടിട്ടുണ്ടാവും, ഡ്രസ്സിംഗ് റൂമിൻ്റെ തൊട്ടടുത്തുള്ള റൂം തന്നെയാണ്. ഈ ഒരു റൂമിലിരുന്നാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത്. വന്നു കഴിഞ്ഞാൽ ഒരു 1 മിനിറ്റ് ഞാനൊന്നിരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം, അത് ഞാനെന്നല്ല, ഒരു ബിസിനസ് ചെയ്യുന്നവർക്ക് മാത്രമല്ല, എല്ലാവരും ഒന്ന് കുറച്ച് സമയം ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ വളരെ മനസ്സിന് നമുക്ക് സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പം ഞാൻ ആദ്യം വന്നു കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചിട്ട് മാത്രമേ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളൂ. ഈ ഒരു ഷോപ്പിൻ്റെ ഏറ്റവും എൻഡ് കാര്യങ്ങളിൽ എൻ്റെ ഇൻവോൾവ്മെൻറ്റ് എപ്പോഴും ഉണ്ടാവാറുണ്ട്. അതിനുശേഷം പുതിയ സ്റ്റോക്കൊക്കെ വന്നതെല്ലാം കൊറിയർ വന്നതെല്ലാം ഓപ്പൺ ചെയ്ത് വെച്ചതിന് ശേഷമാണ് പിന്നെ പ്രൈസിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. സോ ദിസ് ഈസ് ലൈക്ക് ഈ ഒരു ഷോപ്പിംഗ് എന്ന് പറയുന്ന എല്ലാ ടൈപ്പും സ്റ്റാർട്ടിങ് ഫ്രം AD 55 മുതലുള്ള ഐറ്റംസ് ആണ് നമ്മുടെ ഷോറൂമിൽ വന്നിട്ടുള്ളത്. 55 ദറംസിന് അൺസ്റ്റിച്ച്ഡ് സൽവാർ മെറ്റീരിയൽസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. എല്ലാം ഡിഫറെൻറ്റ് വെറൈറ്റീസ് ആണ്. മാക്സിമം ഞാൻ പർച്ചേസിന് പോകുമ്പോഴും ശ്രദ്ധിക്കുന്നൊരു കാര്യം എന്ന് വെച്ചാൽ മാക്സിമം വെറൈറ്റി വരട്ടെ എന്നുള്ളതാണ്. നമ്മുടെ കസ്റ്റമേഴ്സ് എപ്പോഴും ചോദിക്കാറുള്ളൊരു കാര്യമാണ്, പാർട്ടി വെയർ സൽവാസ് വേണം എന്നുള്ളത് എപ്പോഴുള്ള റിക്വസ്റ്റാണ്. നമുക്കും എപ്പോഴും നല്ല പാർട്ടി വെയർസ് കിട്ടണം എന്നില്ല. നമ്മൾ പർച്ചേസിന് പോകുമ്പോൾ എല്ലാ പ്രാവശ്യവും കിട്ടണം എന്നില്ല. ചില സമയത്ത് നല്ല കളക്ഷൻസ് ഉണ്ടാവും, ചില സമയം അത്യാവശ്യം മീഡിയം റേഞ്ച് അങ്ങനെയാണ്. പക്ഷേ നിങ്ങളെപ്പോഴും ഏറ്റവും നല്ലത് ഇടയ്ക്കിടയ്ക്ക് വന്ന് വിസിറ്റ് ചെയ്യുക. നല്ല കളക്ഷൻസ് ഉള്ളപ്പോൾ വന്ന് പർച്ചേസ് ചെയ്ത് പോകും. ബിക്കോസ് കളക്ഷൻസ് എപ്പോഴും റൊട്ടേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഇത് നല്ലൊരു ഓണിയൻ പിങ്കിൽ ചിക്കൻ കറി വരുന്ന ഒരു അൺസ്റ്റിച്ച് മെറ്റീരിയലായിരുന്നു. ഞാനിപ്പം ഈ ഒരു ദുപ്പട്ട എന്ന് പറയുന്നത് ഇതും അൺസ്റ്റിച്ച്ഡ്, നല്ല സ്റ്റോൺ വർക്കൊക്കെ ഉള്ള നമ്മളൊരു പാർട്ടി വെയർ സാരീസൊക്കെ ഡ്രേപ്പ് ചെയ്യത്തില്ലേ, അതുമാതിരിയുള്ള നല്ല ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അൺസ്റ്റിച്ച്ഡ് സൽവാർ മെറ്റീരിയൽ ആണിത്. ഇതിൻ്റെ പല കളർ ചേഞ്ചസ് അവൈലബിൾ ആണ്. ഇതിൻ്റെ പല ഡിസൈൻസും അവൈലബിൾ ആണ്. താഴെ മാത്രം ഒരു തിക്ക് ബോർഡർ വന്നിട്ടുള്ള, ദുപ്പട്ടയിൽ 4 സൈഡ് ബോർഡർ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ അടിപൊളിയായിട്ടുള്ള ഒരു സൽവാർ മെറ്റീരിയൽ ആണിത്. ദെൻ വി ഹാവ് ലൈക്ക് ഒരുപാട് പേൾ വർക്ക്സ് ചെയ്തത്, പ്യുവർ ഷിഫോണിൽ, പ്യുവർ കോട്ടൺസിൽ, ദെൻ അജ്രക് പ്രിൻറ്റ് വരുന്നത്,
അങ്ങനെ ഒരുപാട് കളക്ഷൻസ് നമ്മൾ ഈ പ്രാവശ്യം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇൻ ബിറ്റ്വീൻ ഇഫ്താറിൻ്റെ ടൈമായി. ഇവിടെ ഇഫ്താറിൻ്റെ ടൈമിൽ ഷോപ്പ് ക്ലോസ് ചെയ്തൂടെയെന്ന് എൻ്റെ ഹസ്ബൻഡ് എന്നോട് ചോദിക്കാറുണ്ട്, ആ ഒരു സമയം ഒന്ന് ബ്രേക്ക്. പക്ഷെ നമുക്ക് എന്താണെന്നറിയാമോ, നമുക്ക് ഇഫ്താർ കഴിഞ്ഞാൽ ഉടനെ തന്നെ കസ്റ്റമേഴ്സ് ആ ടൈമൊന്നും ഇല്ല, അങ്ങനെ ഒരു ടൈം ഇല്ല, എല്ലാവരുടെയും കൺവീനിയൻറ്റ് ടൈമായിട്ട് അങ്ങ് എത്താറുണ്ട്. കുറച്ച് ഫ്രൂട്ട്സ് ഞാൻ ഗ്രീക്ക് യോഗട്ടിൽ നട്ട്സും ഒക്കെ ആയിട്ടിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ദെൻ 2-3 സ്നാക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 1-2 ഞാൻ കഴിക്കുകയുള്ളൂ, അധികം ഓയിൽ കഴിക്കത്തില്ല. എന്ന് വെച്ചാൽ ഓയിൽ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ക്ഷീണമാണ്. ഇതിൽ എനിക്ക് ഏറ്റവും നോമ്പ് തുറക്കുമ്പോൾ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ തരിക്കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ്. തരിക്കഞ്ഞി ഞാൻ അത് ഒരു ബൗള് കുടിക്കാറുണ്ട്. ദെൻ ആ ഒരു ഫ്രൂട്ട്സ് നമ്മളെപ്പോഴും നോമ്പ് തുറക്കുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട ഈ ഓയിലി ഫുഡ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ ആഫ്റ്റർ ദാറ്റ് അത് കഴിഞ്ഞ ഉടനെ തിരിച്ച് വന്നു, നോമ്പ് തുറന്നു കഴിഞ്ഞു, പ്രാർത്ഥിച്ച് തിരിച്ച് വന്നു. വീണ്ടും നമ്മുടെ ഫാബ്രിക്സ് ഞാൻ തുറന്നപ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അജ്രക്കിൻ്റെ അടിപൊളി മെറ്റീരിയലാണ്, പ്യോർ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റഡ് ഒറിജിനൽ ഹാൻഡ് ബ്ലോക്ക് അജ്രക്സ് ആണ് വന്നിട്ടുള്ളത്. ഓൾമോസ്റ്റ് എനിക്ക് തോന്നി ഇപ്പോൾ ഞാനിത് ഡബ് ചെയ്യുന്ന സമയത്ത് എല്ലാം കുറച്ചൊക്കെ തീർന്നിട്ടുണ്ട്, എന്നാലും ദർ ആർ ലോട്ട് ഓഫ് പീസസ് അവൈലബിൾ സ്റ്റിൽ. അപ്പോൾ നിങ്ങളെല്ലാവരും സജാസ് വിസിറ്റ് ചെയ്യുക, വന്ന് പർച്ചേസ് ചെയ്യുക. എല്ലാം ടോപ്പ് ബോട്ടം ദുപ്പട്ടയായിട്ട് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്, റണ്ണിങ് മെറ്റീരിയൽസ് ആയിട്ടും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എങ്ങനെ വേണം ഡിസൈൻ ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത് ടൈലറിങ് ചെയ്യാനായിട്ട് നിങ്ങൾക്കറിയാം, സജാസിൽ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള പാറ്റേണിൽ നിങ്ങൾക്ക് ഗൈഡ് ചെയ്ത് നമുക്ക് ടൈലറിങ്, പെർഫെക്റ്റ് ടൈലറിങ് നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ബ്ലൂ, ബ്ലാക്ക്, ബ്രിക്ക് എല്ലാം അങ്ങനെ അജ്രക്കിൻ്റെ എന്ന് പറയുന്ന എല്ലാം ഒരു എർത്ത് ഇത് ഇട്ടുള്ള ടോൺസ് ആണ് കൂടുതലും വരാറ്. ഈ ഒരു ഡിസൈൻ കണ്ട്, ഈ ഒരു പൊൾക്ക ഡിസൈൻ വിത്ത് അജ്രക്ക് വന്നിരിക്കുന്നത് എന്തൊരു ആ ഒരു ചെക്ക് പാറ്റേൺ എന്തൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള, എല്ലാ പ്രിൻസും ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷനാണ്. ഞാനും ഇതിന് ഒരു അജ്രക്കിൻ്റെ ഒരു സൽവാർ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഫൈനലി എല്ലാ പ്രൈസിങ് ഒക്കെ കഴിഞ്ഞു. ഏകദേശം ഒരു 12-12:15 ആയി വീടെത്തുമ്പോഴത്തേക്ക്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളും ഒരുപാട് പുതിയ കളക്ഷൻസും ഒക്കെ ആയിട്ട് വീണ്ടും ഞാൻ തിരിച്ചു വരും നമ്മുടെ യൂട്യൂബ് ചാനലിൽ. അപ്പോൾ നിങ്ങളെല്ലാവരും യൂട്യൂബ് ചാനൽ ലിവ് ഇൻ വിത്ത് സജാസ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ് സജാസ്.